ബ്രോ, ലോകത്തിലെ ഏറ്റവും ക്രൂരമായ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല ഉത്തരമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇറിറ്റേഷനും ഡിസ്കംഫർട്ടും തോന്നിച്ച മൂന്നേ സിനിമകളേ ഉള്ളൂ. ഈ 3 സിനിമകളും ഒരു ഫിലിം സീരീസിന്റെ ഭാഗമാണ്. ഞാൻ ഈ സിനിമ ഇതുവരെ എന്റെ ലൈഫിൽ ആർക്കും റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ഇനി റെക്കമെൻഡ് ചെയ്യുകയുമില്ല. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ കട്ടിയുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ സിനിമ കാണാവൂ. ഞാൻ പറഞ്ഞു വരുന്നത് ദ ഹ്യൂമൻ സെന്റിപീഡ് ട്രിലോഗിയെ കുറിച്ചാണ്. 3 സിനിമകളാണ് ഈ ഒരു ഫിലിം സീരീസിലുള്ളത്. 3ഉം ഒന്നിനൊന്നിന് മികച്ചതാണ് വയലൻസിന്റെ കാര്യത്തിൽ. പേര് കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും, ഹ്യൂമൻ സെന്റിപീഡ്, മനുഷ്യ പഴുതാര ഉണ്ടാക്കുന്നതാണ് ഈ 3 സിനിമയിലും കാണിച്ചിരിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു ഭ്രാന്തൻ ഡോക്ടറുടെ, ഒരു സയന്റിസ്റ്റിന്റെ പരീക്ഷണങ്ങളാണ്. ഇയാളുടെ വീട്ടിലേക്ക് 2 യുവതികൾ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്നു. ഈ 2 യുവതികളെയും അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന വേറൊരാളെയും കൂടെ ചേർത്ത് ഇയാൾ തന്റെ പരീക്ഷണങ്ങൾ ആരംഭിക്കുകയാണ്. ഇയാളുടെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇവരെ 3 പേരെയും പരസ്പരം തുന്നിക്കെട്ടുക. അതായത് ഒരാളുടെ ബാക്കിൽ അടുത്ത ആളുടെ മുഖം, അതിന്റെ ബാക്കിൽ അടുത്ത ആളുടെ മുഖം, അങ്ങനെ ഈ 3 പേരെയും തുന്നിച്ചേർത്ത് ഒരൊറ്റ മനുഷ്യനാക്കി മാറ്റുക. ഇതാണ് ഇയാളുടെ പരീക്ഷണം. ഇവിടെ ഇയാൾ കാണിക്കുന്ന മൃഗീയമായിട്ടുള്ള ഇയാളുടെ എക്സ്പെരിമെന്റുകളും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ഇവരുടെയും കഥയാണ് ഈ സിനിമ പറയുന്നത്. രണ്ടാമത്തെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ബ്രൂട്ടലാണ്. കാരണം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുത്തേക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഹൊറർ സീനുകളെയും ഈ ഡിസ്റ്റർബിങ് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ആംപ്ലിഫൈ ചെയ്യാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കഥ എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് പാർട്ട് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഉദ്യോഗസ്ഥൻ അവിടെ വരുന്ന ആൾക്കാരെ ഇതിന് പ്രേരിപ്പിക്കുന്നതാണ്. ആദ്യത്തെ പാർട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു സയന്റിസ്റ്റ് ആണ്, സർജിക്കൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ ഇത് ചെയ്യുന്നത് ഒരു പാർക്കിംഗ് ഉദ്യോഗസ്ഥനാണ്. ഇയാളുടെ കയ്യിൽ ഒരു തുരുമ്പ് പിടിച്ച കത്തിയും ഒരു ബ്ലൈഡും കുറച്ച് സാധനങ്ങളും മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് ഇയാൾ ആൾക്കാരെ കൊല്ലുന്നതും ആൾക്കാരെ തമ്മിൽ തുന്നിച്ചേർക്കുന്നതും. ഒരു പഴയ ടേപ്പ് വെച്ചിട്ടാണ് ഇയാൾ ആൾക്കാരെ ബന്ധിപ്പിക്കുന്നതൊക്കെ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഉണ്ടാവുക എന്നുള്ളത്. ഈ 3 സിനിമകളിൽ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതും ഈ സെക്കൻഡ് പാർട്ട് തന്നെയാണ്. മൂന്നാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ ഇത് നടക്കുന്നത് ഒരു ജയിലിലാണ്. ഇവിടെയും ബാക്കി 2 പാർട്ടുകൾ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വാർഡൻ ജയിലിലെ ചിലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള തടവുകാരെ എല്ലാം പരസ്പരം തുന്നിച്ചേർത്ത് ഒറ്റ ആളാക്കി മാറ്റുന്നു. ഫസ്റ്റ് പാർട്ടിലുണ്ടായ കുറെ ക്യാരക്ടേഴ്സിന്റെ ക്യാമിയോ റോളും ഈ സിനിമയിലുണ്ട്. ആൻഡ് ബാക്കി ആദ്യത്തെ 2 പാർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ മൂന്നാമത്തെ പാർട്ടിൽ കമ്പാരിറ്റീവ്ലി വയലൻസ് കുറവാണ്. പക്ഷെ എന്നിരുന്നാലും നല്ല രീതിയിലുള്ള വയലൻസ് ഈ സിനിമയിലുണ്ട്. അപ്പൊ ഈ 3 സിനിമകളാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ, മൃഗീയമായ സിനിമകളായിട്ട് എനിക്ക് തോന്നിയത്. വേറെ സിനിമകൾ ഇല്ല എന്നല്ല, വേറെ ഒരുപാട് സിനിമകളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്തോ എനിക്കറിയില്ല, ഈ സിനിമകൾ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണെന്ന് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പറയാം. ഇൻ കേസ് നിങ്ങൾ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വളരെ കട്ടിയുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണുക. ഈ വയലൻസ് രംഗങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഇതുപോലുള്ള ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ സിനിമ കാണുക. ഞാനൊരു കാരണവശാലും ഈ സിനിമ ഒരാൾക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വരെ നിങ്ങൾ കാണാൻ നിൽക്കേണ്ട, സ്വന്തം റിസ്ക് തന്നെ കാണുക. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ എന്താണ് തോന്നിയെന്ന് കമന്റ് ചെയ്യാം.